എൻ്റെ മോനെ ഇതോട്ട് ചേട്ടൻ നിൽപ്പുണ്ട് ഇവിടെ. കൊയലൊക്കെ ഉണ്ടോ? റാബിറ്റ് അയക്കാം. ഇപ്പോഴിങ്ങനെ അവസരത്തിലാണ് ഇപ്പോൾ പറയുകയാണ്, നമ്മളെ ലൈഫിൽ ട്രാവൽ ചെയ്യുക. ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്തോളം ട്രാവൽ ചെയ്യുക. നമ്മൾ അതൊരിക്കലും മടുക്കാത്ത കാര്യമാണ് അല്ലേ? എത്ര ട്രാവൽ ചെയ്യാനും പുതിയ ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് മണാലിയിലാണ്. മണാലിയിലെ ടെമ്പിൾ റോഡിലാണ്. ഈ പുറകെ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ബിൽഡിങ്. വലിയ കുഴപ്പമില്ലാത്ത സ്റ്റേ ആയിരുന്നു. ഇതിനടുത്ത് മെയിനായിട്ട് വേറെ സാധനം കാണിച്ചു തരാം. ഇത് നോക്കിയേ, വാ. പോളി സാധനം നോക്ക്. ബാക്കിൽ മഞ്ഞ് പെയ്യുന്ന പൈൻ മരങ്ങൾ, മഞ്ഞ് പെയ്യുന്നു. കാണുന്നുണ്ടോ മഞ്ഞ് പെയ്യുന്നത്? മഴ പെയ്യണല്ലേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. മഞ്ഞ് പെയ്യണ നോക്കിക്കോളി മക്കളെ, മഞ്ഞ് പെയ്യണ നോക്കിക്കോളി. അടിപൊളി സാധനം അല്ല, മഞ്ഞ് പെയ്യുന്നതാണ്ടാ, രക്ഷയില്ല കേട്ടോ. നോക്ക്, ഇതേ കൈ നോക്കിയാൽ കാണാം മഞ്ഞ് പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണാം. അവിടെ നിന്ന് കാണാൻ പറ്റി അറിയാൻ പാടില്ല. അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ സൊള്ളാങ്കാളിയിലേക്കാണ് പോകുന്നത്. ഇതാട്ടോ അവിടെ ഒരു മലയാളി തട്ടുകട ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ദോശയും ചട്നിയും മാത്രമേ ഉള്ളൂ. അതൊന്ന് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും. വേറെ ഒന്നുണ്ടെങ്കിൽ വേറെ നോക്കാം, വേറെ നല്ല കിട്ടുവാണെങ്കിൽ. നമ്മൾ അകത്തിരിക്കാനുള്ള സെറ്റപ്പ് അത്ര പോരാ. ഇത് നോക്കിയാൽ എന്ത് സാധനമാണ്, പൊളി സാധനം. എൻ്റെ മോനെ ഇതോട്ട് ചേട്ടൻ നിൽപ്പുണ്ട് ഇവിടെ. ഇതാണ് യാക്ക്. എൻ്റെ മോനെ, എന്നെ മോണ്ട സാധനം നോക്ക്. എൻ്റെ മോനെ, ഓഫ്. എൻ്റെ മേളിൽ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി കിത്തന 50 രൂപ കൊടുക്കണം കേട്ടോ. എൻ്റെ മേളിൽ കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ. മലയാളി 50 രൂപ കൊടുക്കുവാണെങ്കിൽ മേളിൽ കയറുന്ന ഫോട്ടോ വേണ്ടി. ഇവിടെ ബദാമും കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ഒരു ബായി ഇരിപ്പുണ്ട് കേട്ടോ. ബായിക്ക് നമ്മൾ ഒരു ഇതും വാങ്ങിച്ചിട്ടുണ്ട്. ബായി സംസാരിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച്. കൊള്ളാം, നല്ല സാധനമാണ്. ടേസ്റ്റ് കൂടെ നല്ല സാധനമാണ്. ഇനി ഹംപി ടെമ്പിളിലോണ്ട് അവിടെ എന്തോ ടെമ്പിളാണ് നമുക്കറിയോ. ഇവിടെ ഈ കുങ്കുമപ്പൂവും കൊണ്ട് ഇവിടെ വിൽക്കാൻ ആൾ വരും. ദയവ് ചെയ്ത് വാങ്ങിച്ചേക്കല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. പ്ലാസ്റ്റിക്കിൽ പോയ സാധനമാണ്. നമ്മൾ പണ്ട് ഇവിടെ 2 കൊല്ലം മുമ്പ് വന്നപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിച്ചാണ്. ഞങ്ങൾ കഴിഞ്ഞോളം വന്നപ്പോഴത്തേക്കും ഒരു തവണ ചുവള്ളത്തിൽ വീണ പൂച്ച പിന്നീട് വെള്ളത്തിൽ വീഴത്തില്ല കേട്ടല്ലോ. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് 6 ബോട്ടിൽ. തരാൻ തന്നെ 6 ബോട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. 200 രൂപ വാങ്ങിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. ഇവിടെ വേറെ ആരും വാങ്ങരുത്. ആ കുങ്കുമത്തിൻ്റെ കുഞ്ഞു പോയിട്ടില്ല, റെഡ് കളർ. അവൻ പോയില്ല, ഞാൻ കാണിച്ചു തന്നെ. അങ്ങനെ നമ്മൾ അവസാനം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് ബ്രഞ്ചാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാടക്കടയുണ്ട്. അവിടെ നിർത്തിയേക്കുള്ളൂ കേട്ടോ. അവരെ മലയാളി റെസ്റ്റോറൻറ്റിൽ ആള് കിളി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു രക്ഷയില്ല. നമുക്ക് എൻ്റെ പുറമുള്ള വ്യൂ ഉണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കണം. എന്താ രസമായിരിക്കുമല്ലോ നമുക്ക്. അതാ ഫുള്ള് മഞ്ഞ് വീണ് പൊളിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ മഞ്ഞിപ്പോൾ പെയ്യുന്നില്ല കേട്ടോ അധികം. പക്ഷേ നല്ല വ്യൂ ഉണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സാധാരണ ഞങ്ങൾ നേരത്തെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു നദി ഇങ്ങനെ ഫുള്ള് ഒഴുകി വന്നായിരുന്നു. കാരണം ഇപ്പം ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ടേ വെള്ളം ഉരുകി വരണം, എന്നാലേ ഇനി അത് വെള്ളമാവുള്ളൂ, പുഴയായിട്ട് വരുള്ളൂ. ഇത് ഫുള്ള് നമ്മൾ വണ്ടി ലോക്ക് ചെയ്തു. ഇവിടെ ഫുള്ള് ഉണ്ടോ, ഫുള്ളിങ്ങനെ പാറ ഇങ്ങനെ കിടക്കുക. കാരണം വെള്ളമില്ല. ഇവിടുന്ന് ഈ മഞ്ഞൊക്കെ വേനൽക്കാലത്ത് ഉരുകി വന്നാലേ ഇവിടെ എല്ലാം ഇതായിട്ട് പോവുള്ളൂ, പുഴയായിട്ട് പോവുള്ളൂ. ഇത് ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കറക്റ്റായിട്ട് ഓർക്കണില്ല. പിന്നെ ഇവിടെ കുറച്ച് ടെൻഡൊക്കെ കാണാം നമുക്ക്. പിന്നെ ഈ സാധനം ഇട്ടാൽ നമുക്ക് മറ്റേ മഞ്ഞിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ തോന്നുന്നു. 200 രൂപ. ആ ഡ്രസ്സ് സ്യൂട്ട് ഉണ്ടല്ലോ, 200 രൂപയാണ് അവർ വാടകയ്ക്ക് ചോദിക്കണം കേട്ടോ. പെർ സെറ്റ് 200 രൂപ.
ഉള്ള അടിപൊളി സംഭവമാണ്. നമുക്ക് നല്ല ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓ എനിക്ക് സൗണ്ട് ഇല്ല, എൻ്റെ സൗണ്ടൊക്കെ പോയി ഇവിടെ തളപ്പടിച്ചിട്ട്. ഞാനിങ്ങനെ കൂളായിട്ട് കിടക്കണം. നമ്മുടെ എവിടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി 1 ഡിഗ്രി -1 പോയി, -4 വരെ പോയി. ഇപ്പോഴത്തെ ടൈമിൽ എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രിയാണ്. നല്ല തണുപ്പാണ്. തണുപ്പുണ്ട്, പക്ഷേ നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മലയാളീസ് അല്ലേ. ഇതിനെ കാണിക്കുമ്പോൾ ഒരു സ്മെല്ല് തന്നെ ഉണ്ട് കേട്ടോ. ഓ നെയ് ചായേ. ഇപ്പം കാണിച്ച സാധനം കണ്ടോ, ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് കുങ്കുമം. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സാധനം ഇതിങ്ങനെ ഇഷ്ടം പോലെ വരും. 300 രൂപ എന്ന് പറഞ്ഞിട്ട് ഇതൊരു പാക്കറ്റ് അവസാനം എനിക്ക് 200 രൂപ കിട്ടിയിട്ടുണ്ട് 6 ഏകദേശം 1/2 മണിക്കൂറായിട്ട് ഇവിടെ ബ്ലോക്കിൽ കിടക്കുക കേട്ടോ. ഇവിടുന്ന് ഏറെക്കുറെ 6 കിലോമീറ്റർ ബ്ലോക്കാണ്. 6 കിലോമീറ്റർ ചിന്തിച്ച് നോക്കി എന്താ അവസ്ഥ. 6 കിലോമീറ്റർ ഇതുപോലെ വണ്ടി കിടക്കുക. ഏകദേശം 1.5 മണിക്കൂറിൽ കയറി പോകാം. പക്ഷേ സ്ലോ മൂവിങ് ട്രാഫിക്കാണ്, പതുക്കെ കയറി പോകാമെന്ന് തോന്നുന്നു. സൊലാങ് വാലിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളെല്ലാവരും സൊലാങ് വാലിയിലേക്കാണ് പോകുന്നത്. എല്ലാവരും ബ്ലോക്ക് കാരണം ബോറടിച്ചിരിക്കുകയാണ്. സിപ്പ് ലൈനിൽ കയറുമെന്ന് പറയുന്ന മൂത്താപ്പ. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാലേ മറ്റേ നമ്മൾ ഊർന്നിറങ്ങി പോകത്തില്ലേ, അവിടെ നമ്മളെ നേരത്തെ ഹോട്ടലിൽ പുള്ളി ചോദിക്കൊണ്ടായിരുന്നല്ലോ. കുറച്ചേ ഉള്ളൂ. ശരി, അതാ പോകുന്നു. ഇതാണ് സിപ്പ് ലൈൻ. ഇപ്പോൾ നിങ്ങളാരെങ്കിലും ഇപ്പോൾ മണാലി വന്നിട്ട് സൊലാങ് വാലി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ എന്താ പറയുക കോട്ടേജും റൂമും ഒക്കെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. സൊലാങ് വാലി അടുത്ത് തന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. സൊലാങ് വാലി ഹോട്ടലാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത്യാവശ്യം നല്ല സ്റ്റേ ഇവിടെയുണ്ട്. ഇവിടെ വന്നിട്ട് റൂം എടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം മണാലിന്ന് ഇവിടം വരെ ഇപ്പം ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുത്ത് ഞങ്ങൾ ബ്ലോക്കിലേക്ക് തുടങ്ങിയിട്ട് രാത്രി ഇവിടെ നിന്നിട്ട് സുഖമായിട്ട് പോകും. അല്ലെങ്കിൽ വെളുപ്പിനെ ഇറങ്ങണം. മണാലിന്ന് വെളുപ്പിനെ തന്നെ ഇറങ്ങണം. രാവിലെ 6 മണിയാകുമ്പോഴേ ഇറങ്ങണം. എന്നാലേ ഇവിടെ ഓൺ ടൈം എത്തിയിട്ട് കണ്ടിട്ട് തിരിച്ചു പോരാൻ പറ്റുള്ളൂ നമുക്ക്. ഇല്ലാണ്ട് വെറുതെ പോരാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടി ക്ലച്ച് കീറണം മണം മാത്രമേ ഉള്ളൂ ഇവിടെ ഫുള്ള്. ഇങ്ങനെ തന്നെ ഈ ഹെയർ പിൻ്റെ തന്നെ ഫുള്ള് ഇങ്ങനെ വണ്ടി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ആരെങ്കിലും സൊലാങ് വാലി വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മണാലി സ്റ്റേ ചെയ്യുന്നതിന് പകരം ഇവിടെ സൊലാങ് വാലി സ്റ്റേ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോരുക. അതാണ് ഏറ്റവും വളരെ നല്ല കാര്യം. അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ എന്താ മൂത്താപ്പാന്ന് സ്വന്തം വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ട, വണ്ടിയുടെ പരിപ്പ് വരുന്നു. അതും ശരിയാണ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാ. നോക്ക് എന്തൊരു ബ്ലോക്കാന്ന് നോക്കിയേ. വേറെ രക്ഷയില്ല. നടന്നു പോവാന്നല്ലാണ്ട് വേറെ രക്ഷയില്ല കേട്ടോ. അയ്യോ, ഇവിടെ പാർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഐസിനകത്ത് ടയർ കിടന്ന് ഇങ്ങനെ റോളാവുക. ടയർ കിടന്ന് റോളാവുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെട്ട പാർക്ക് ചെയ്താൽ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ടാക്സി ഡ്രൈവർമാരെ ഹെൽപ്പ് ചെയ്യും നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബാബിയുടെ കടയിൽ നിന്ന് ഷൂ വാങ്ങിച്ചിട്ട് ഇത് കൂട്ട് ഷൂ ഇടണം കേട്ടോ. ഇല്ല മഴ പോകുമ്പോൾ ഇല്ലെന്നുണ്ടെങ്കിലേ ഞാൻ മാത്രമിട്ടില്ല. ഇവൻ്റെ വേറെ ബൂട്ട്സുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇത് ഇടുമ്പോഴത്തേക്കും ഒരു ഗ്രിപ്പ് കിട്ടുന്ന കേട്ടോ പറയണേ. ഇത് കൂട്ട് ഷൂ ഇടുമ്പോഴത്തേക്കും ഗ്രിപ്പ് കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ മഞ്ഞറി ചവിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന സീനുണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ നോർമൽ ഷൂ ആണെങ്കിൽ നനഞ്ഞ് നമ്മൾ ഫുള്ള് നനയും. അപ്പോഴത്തേക്ക് നമ്മൾ കുഴിഞ്ഞ് നടന്ന് പോവാം. നടക്കാൻ ഇച്ചിരി പാടാണോ, എന്നാലും സാരമില്ല. മക്കളെ മഞ്ഞുകളൊക്കെ നോക്ക് മക്കളെ, എന്നെ പുള്ളി സാധനം നോക്കി. പക്ഷേ ഇവിടെ ഫുള്ള് സ്കിഡ് ചെയ്യണ സ്ഥലമാണ്. കുറേ പേര് ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റെപ്പാണ് ഷോർട്ട് കട്ട്. നടന്നുള്ള ഷോർട്ട് കട്ടാണ്. ഇനി നടക്കാറുണ്ട് 1 കിലോമീറ്റർ മേളിൽ നടന്ന് മനുഷ്യൻ്റെ
ഉപ്പോടിളക്കും. ഇതുപോലുള്ള സ്ഥലത്ത് ഇതുപോലുള്ള ഷൂട്ടില്ല, അതായത് റെയിൻ ഷൂ അല്ലെങ്കിൽ സ്നോ ഷൂട്ടില്ലാന്നുണ്ടെങ്കിൽ തെന്നി അലത്തിങ്ങോട്ട് വീഴും. ഏത് പോണ നോക്കണ്ട, ഗ്രിപ്പ് ഇട്ടാണ്ട് പോണണ്ട. ഈ സാധനം 100 രൂപ കേസേ ഉള്ളൂ. ഇത് വാങ്ങിച്ചിട്ടേ പോകുന്നു മഞ്ഞക്കൂടെ എടുക്കാവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ തെന്നി വീഴും. ഗായ്സ് നമ്മൾ അവസാനം സൊളാങ്ങാട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ പൊളി സ്ഥലം, ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതാണ് ഇവിടെ മെയിൻ. മേളിൽ വയ്ക്കുന്ന സ്കൈറ്റ് ഉണ്ട്, റോപ്പ് ഉണ്ട് മേളിലേക്ക്, അവിടെ സ്കൈയിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റേ ബാഹുബലിയിൽ ഇങ്ങനെ ഊർന്നു പോകുന്ന സാധനമില്ലേ, മലകടിക്ക് ഊർന്നു പോകുന്ന സെറ്റപ്പില്ലേ, അതിൻ്റെ പേരിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടിക്കകത്തെത്തി ഊർത്തിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ കുറേ ഹട്ടുകൾ കാണാം, ഫുഡിൻ്റെ കുറേ ഹട്ടുകൾ. പിന്നെ ഇവിടെയും മറ്റേ യാക്കെന്ന് പറയുമ്പോൾ ഇതിരിപ്പുണ്ട്, യാക്കിനെ പുറത്തൊരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. യാക്കുണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ വണ്ടികൾ, മറ്റേ സ്കൈക്കുടി ഓടിക്കാൻ പറ്റിയ വണ്ടികളാണ് കേട്ടോ. അതൊരു മോടി ഇട്ടേക്കുവാണ്. സോറി, സ്കൈക്കുടിയല്ല, സ്നോയിൽ കൂടി ഓടിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെയുള്ള, ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ചെയ്യുന്ന പ്രദേശമല്ലേ, ടൂറിസ്റ്റ് ഏരിയ അല്ലേ. ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാനൊന്നും പാടില്ല. അവിടെ എന്ത് വൃത്തിയായിട്ട് കിടക്കണമെന്ന് നോക്കിയതുകൊണ്ട് ടൂറിസ്റ്റ് ഏരിയയിൽ ഒരിക്കലും പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. അതൊക്കെ ആ ഏരിയ തന്നെ നശിപ്പിച്ച് കളയുക. അതൊക്കെ നമ്മളൊക്കെ കുപ്പികളൊക്കെ സൂക്ഷിച്ച്, വെള്ളം കുടിക്കുന്ന കുപ്പികളൊക്കെ സൂക്ഷിച്ച് വേറെ കവറിൽ മാറ്റി വെച്ചിട്ടാണ് കൊണ്ടുപോയി കളയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് കളയരുത്. ഇവിടെ ഫുള്ള് ചെളി കേട്ടോ, മഞ്ഞതായിട്ട് ചെളിയായിട്ട് കിടക്കും. അതുള്ളത് ട്യൂബിനകത്ത് വെള്ളം താഴ്ത്ത് വീഴാം കണ്ടോ. റോപ്പേ പോകാൻ വേണ്ടി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് റോപ്പേ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ലേറ്റായി പോയി വന്നപ്പോൾ. റോപ്പേ പോകാൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് റോപ്പേ കയറിയിട്ട് കാണിക്കാം, നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇവിടെ നമുക്ക് സ്കൈൻ ചെയ്ത് കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കാണാം കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ എന്തെങ്കിലും പ്രത്യേക സ്യൂട്ടുണ്ട്, ഈ സ്യൂട്ട് ഇടാനായിട്ട് 200 രൂപ കൊടുത്താൽ മതി, റെൻറ്റ് നമ്മൾ എടുക്കണം. നമ്മളെടുത്തില്ല, നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ തണുപ്പുണ്ട്, നമ്മളിതൊക്കെ ഇട്ടിട്ട് തെർമൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണോ തോന്നുന്നു, അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഓ മൈ ഗോഡ്, കാറ്റടിക്കുന്ന തണുപ്പ് ഫീൽ ഉണ്ട് കേട്ടോ. നല്ല ക്രൗഡഡാണ് കേട്ടോ, ഒന്നും പറയണ്ട, ഭയങ്കര ക്രൗഡഡാണ്. ഈ UP, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ഹരിയാന ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, പിന്നെ മലയാളികൾ, കേരളത്തിലുള്ള ഒബ്വിയസ്ലി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ന്യൂ ഇയറിൻ്റെ തിരക്കാണ്. ന്യൂ ഇയറിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ റഷ് തന്നെയാണ്, നല്ല തിരക്കാണ്. അത് ഇത് സ്കെയിൻ ചെയ്ത് പോകണമൊക്കെ. ഓ അർജൻറ്റി വീണിരിക്കുകയാണ്. മല കൊണ്ടതാകുന്നില്ല, വീണിരിക്കുകയാണ്. എല്ലാവരുടെ പുറകിൽ എന്തൊക്കെ ഒച്ചപ്പാടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. ഇതൊരു ഫീലാട്ടോ, ലൈഫിൽ ഒരിക്കലൊക്കെ ഇവിടെ വരണം. ഇതൊക്കെ ഒരു അനുഭവമാണ്. നമ്മൾ മലയാളത്തിൽ കുറേ പിള്ളേർ ടൂർ പോകുന്നുണ്ട്. എന്നാലും എങ്ങനെയുണ്ട് ഷെഫിക്ക്? സൊളാങ്ങാട് എങ്ങനെയുണ്ട്? ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരണം, അല്ലെങ്കിൽ നഷ്ടമാണ്. നമ്മൾ ഇന്ത്യക്കാരാന്ന് പറയുന്നത് നഷ്ടമാണ്. അതാണ്. നോക്കാം, അതിൻ്റെ പുറകിൽ മഞ്ഞുമൂടി കിടക്കണം. നോക്കും മലകളൊക്കെ മഞ്ഞുമൂടി കിടക്കണുണ്ടോ, എന്നാ രസം അറിയോ. ഈ വ്യൂ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ മരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല, മണ്ണിലേക്ക് പോകത്ര തന്നെ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആകെ ഉണ്ടാകുന്ന ഈ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഈ കാണുന്ന ഓർമ്മകൾ മാത്രമേ നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവുള്ളൂ. അതെനിക്ക് കഴിഞ്ഞ തവണ 2 കൊല്ലം മുമ്പ് ലേലഡാക്ക് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ അന്ന് എനിക്ക് ഈ ക്യാമറൻ്റെ കയ്യിൽ ഇല്ലാണ്ട് പോയി ഫോട്ടോസ് എടുക്കാനും, അല്ലെങ്കിൽ നല്ലൊരു ഫോണും ഇല്ലാണ്ട് പോയി എടുക്കാനായിട്ട്. പക്ഷേ ഇപ്പോഴിങ്ങനെ അവസരത്തിലാണ് ഇപ്പോൾ പറയുകയാണ്, നമ്മൾ ലൈഫിൽ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്തോളം ട്രാവൽ ചെയ്യുക. നമ്മൾ അതൊരിക്കലും മടുക്കാൻ കാര്യമാണ് അല്ലേ. എത്ര ട്രാവൽ ചെയ്താലും പുതിയ അനുഭവങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ നാടുകൾ, പുതിയ ഭക്ഷണങ്ങൾ, അവിടുത്തെ കുറേ സംസ്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയുക. ലൈഫിൽ ഇതൊക്കെ മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്, കാരണം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. പുറത്തായാലും വരാനുണ്ടാവോ? പിടിച്ച് മേളിലേക്ക് കയറണം. എന്നിട്ട് അവിടുന്ന് അതെ ഇടുന്നുണ്ട് കേട്ടോ, താഴത്തേക്ക് കാണാതെ. അപ്പോൾ ഇവനെ കണ്ടോ, അവരങ്ങനെ ഇരുത്തിയിട്ട്
പോരട്ടെ പോരട്ടെ. ഇതുപോലുള്ള കുറേ നല്ല മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. നമ്മൾ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് റോപ്പ് വേ കയറാൻ ടൈമില്ല. ആ ടൈം പോകും. ഇപ്പോൾ റോപ്പ് വേ നമുക്ക് പോയി ചോദിക്കണം. അവിടെ ഭയങ്കര റഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. നമ്മൾ വണ്ടർലയിലേക്കാളും വലിയ കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലോ. പിന്നെ അതുകൊണ്ടിപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് 2 പേരെ കാണാതിരിക്കുകയാണ്. എവിടെ പോയി എന്നൊരു പിടുത്തമില്ല. ഏതൊരു അമ്പലത്തിൻ്റെ മേളിലാണ് പറയുന്നത്. അമ്പലത്തിൻ്റെ മേളിൽ ഇവിടെ അമ്പലമൊന്നും കാണുന്നില്ലല്ലോ. എവിടെയാണ് അമ്പലം? അയ്യോ നോക്ക് എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കി. അയ്യോ ഇവിടെ മലയുടെ മേളിലേക്ക് റോപ്പ് വേ ഉണ്ട്. ഭയങ്കര തിരക്ക്. അങ്ങോട്ട് കയറിക്കാൻ ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഈ മലയുടെ മേളിൽ കയറാമെന്ന് വിചാരിച്ചു. അയ്യോ ബെയർ ഹാൻഡ്സ് കൊണ്ട് മഞ്ഞോട്ട് നോക്കാം. എടാ മോനെ കണ്ടാ അല്ല നമുക്ക് സൂപ്പർ സാധനം. ഇപ്പോൾ ആൾക്കാർക്ക് തെന്നി ഊർന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാടുകളൊക്കെ കിടപ്പുണ്ട്. അത് കണ്ടാ അയ്യോ അലച്ചിങ്ങോട്ട് വീട്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വീഴും. നല്ല സ്ലിപ്പറിയാണ്. പൊളി സാധനം. തെന്നി വീണ് അടിപൊളിയായിരിക്കും. നല്ല സുഖം കേട്ടോ. തണുപ്പൊക്കെ മിതമ്പമൊക്കെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. അയ്യോ നോട്ടെ ഉരുട്ടി അമ്മയെ തലക്കെട്ട് വീണതുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ താഴത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ബ്ലഡി ഫൂൾസ്. ഞാൻ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ വ്ളോഗും ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. എൻ്റെ ഫോണേ വീഴുന്നു. അയ്യോ ഇമാരി എവിടെയാ പോയേക്കണേ? ഒരു കൊടുത്തില്ലല്ലോ. ഇവിടെ കാര്യം കാണുന്നില്ല. എന്തോ കണ്ടുപിടിച്ച് ഇതേ ഇരിക്കുന്നു. അതാ നിൽക്കുന്നുമാര് എൻ്റെ ഫോണില് ചറപറ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുന്നു. ബ്ലഡി ഫൂൾസ്. കണ്ടുപിടിച്ചിരിക്കുന്നു. പോക്കറ്റിലുള്ള ബോട്ടുള്ള കാര്യമുണ്ടോ? എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റണ്ടേ ഇവിടെ ഇന്ന്? അയ്യോ ഫോട്ടോ എടുക്കാതെ മൊത്തപ്പോയും അനന്തോ. ഇനി 2 ഫോട്ടോ എടുക്കട്ടെ ഞാൻ. നമ്മളിപ്പോഴേ ഇതിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് അനന്തോൻ്റെ തലക്കിട്ട് എറിഞ്ഞു നോക്കാം. കിട്ടണില്ലല്ലോ. ഇത് ഭയങ്കര സ്ട്രോങ് ആട്ടോ. കിട്ടണില്ല. എടുത്തിട്ട് വീഴുന്ന ഒന്ന് ലേറ്റില്ല. പതുക്കേറിയണം. അയ്യോ രക്ഷപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഞാൻ തരാടാ. നിങ്ങൾക്കൊക്കെ ഞാൻ തരാം. അയ്യോ കിട്ടി അണതു. അയ്യോ കൈ ഐസായി. ഇവിടെ വന്നിട്ടേ ബോഡി ഏതോ തണുക്കണില്ല. പക്ഷെ കാലുണ്ടല്ലോ, കാല് മരവിച്ച് ഐസായിപ്പോയി. ഒന്നും പറയണ്ട, ഭയങ്കര സീനാ. ഈ ഷൂ ഇതിനകത്തിടുന്നൊരു വാം സോക്സ് കിട്ടും. വാം സോക്സ് അത് വാങ്ങിച്ചിരണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കാല് ഭയങ്കരമായിട്ട് തണുക്കും. തണുത്തിട്ട് മരവിച്ചിരിക്കുക. അത്തിൻ്റെ കാല് മരവിച്ചിരിക്കുക. ഐസിൽ കൂടെ നടന്നിട്ടുണ്ടോ? നടന്ന് കാല് മരവിച്ച് സത്യം പറഞ്ഞാൽ. കാരണം ഫുള്ള് ഐസല്ലേ, എന്ത് ചെയ്യാനാ. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അടൽ ടണലിൽ പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അടൽ ടണൽ ക്ലോസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അടൽ ടണൽ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ 5 മണി കഴിഞ്ഞു. കേട്ടെ 5 മണിയായി. 5 അന്നായിട്ടേ ഉള്ളൂ. ഇപ്പം
എല്ലാവരും പോയി തുടങ്ങി. കാരണം ഇപ്പം ഈ സമയമാകുമ്പോഴത്തേക്കും അവിടെ സന്ധ്യയായി, 5 മണിയാകുമ്പോഴത്തേക്ക് സൺസെറ്റായി. ഈ ഇവിടെ ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. നോക്കണ്ടോ, എല്ലായിടത്തും ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര റഷാട്ടോ ഇവിടെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. റഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ എവിടെ വന്നാലും പ്ലാസ്റ്റിക്കാണ്. എവിടെയൊക്കെ വന്നാലും ഇതാരും പ്ലാസ്റ്റിക് എടുത്തില്ല. കാരണം താഴത്തുനിന്ന് ഫുഡോ അല്ലെങ്കിൽ കൊക്കക്കോളയോ സ്പ്രൈറ്റൊക്കെ വാങ്ങിച്ചിട്ട് എന്തിന് ആൽക്കഹോൾ വരെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്ന ടീമുണ്ട്. പിന്നെ ഇവിടെ ഹുക്കൊക്കെ എന്ന് വിളിക്കുന്നുണ്ട് കുറേ പേര്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അതിന് തണുപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ അതായത് നോക്കണ്ടോ, ഇവിടെ കുപ്പി കിടക്കുന്നുണ്ടോ, ഇതുപോലെയൊക്കെ ചുമ്മാ ഡിപ്പോസിറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ വേസ്റ്റ് ബോക്സ് ഇടുന്ന സ്ഥലമുണ്ട്, വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട് ഇവിടെ, വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ആരും ഇടത്തില്ല. എല്ലാവരും തോന്നിയ പോലെ അവിടെയൊക്കെ വലിച്ചു വരിടും. അതുകൊണ്ട് ഇത് ഈ സ്ഥലമൊക്കെ കുറച്ച് ക്ലീൻ അല്ല കേട്ടോ. മേളിലേക്കൊക്കെയാണ്, പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര പൊല്യൂട്ടഡാണ്. സത്യമായിട്ട് പറഞ്ഞാൽ പൊല്യൂട്ടഡ് തന്നെയാണ്. നമ്മുടെ ഗവൺമെൻറ് ഇത് കാര്യമായിട്ട് നോക്കുന്ന പോലെയാണ് യാഥാർത്ഥ്യം. അവരൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കുമല്ലോ ഇവിടെ. കാരണം നമ്മുടെ പോലീസുകാർക്കൊന്നും അവർ ട്രാഫിക്കിനെ പറയുക പോയി ഇവിടെ ഒരു പോലീസുകാരെയോ അല്ലെങ്കിൽ ആരെയും കാണുന്നില്ല ഈ ഏരിയയിൽ. ഇവിടെ ആരും മാസ്ക് ഇടാണ്ടാണ് നടക്കുന്നത്. മാസ്ക് ഇട്ട് നടക്കാനും പറ്റില്ല. ആരും മാസ്ക് ഇട്ടില്ല ഇവിടെ വന്നേക്കുന്നവർ. ഞങ്ങൾ വണ്ടി ഇരിക്കുമ്പോൾ മാസ്ക് ഇടും, ഞങ്ങൾ പിന്നെ വീടെടുക്കുന്നതുകൊണ്ടാണ് മാസ്ക് ഇടാത്തത്. ഇവിടെ റോപ്പിലേക്ക് കയറാനായിട്ട് പെർ പേഴ്സൺ 700 രൂപയാണ് കേട്ടോ. പെർ പേഴ്സൺ 700 രൂപ. പക്ഷെ ഇപ്പോൾ ഓൾറെഡി ഇരുട്ടായി, ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ക്ലോസ് ആയി ഓൾറെഡി. അതുകൊണ്ടിപ്പോൾ അവരില്ലാന്ന് ചോദിച്ചപ്പോൾ ക്ലോസ് ആയി എന്നാണ് പറഞ്ഞത്. എല്ലാവരും അവിടുന്ന് പോലീസ് വടിയും പിടിച്ചാരോ അവിടെ നിൽപ്പുണ്ട്. അയാൾ എല്ലാവരും പറഞ്ഞു വിടുന്നുണ്ട്. പെർ പേഴ്സൺ 700. നമുക്ക് സമയം കിട്ടില്ല ഒന്നും, നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ താഴത്തോട്ട് എന്തെങ്കിലും ചായ എല്ലാം കൊടുക്കണം. ഭയങ്കര തണുപ്പ്, അയ്യോ രക്ഷയില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ കാല് ഐസായിട്ടിരിക്കുകയാണ്. പറഞ്ഞാൽ കാലുള്ള ഫീലില്ല, മരവിച്ചിരിക്കുക. താഴത്തോടെ നേരം ഒന്ന് ചൂടാക്കട്ടെ. എന്താ മുയലാണോ? മുയലൊക്കെ ഉണ്ടോ? റാബിറ്റ് വയ്ക്കാം. റാബിറ്റ് പ്യൂർ റാബിറ്റ് സൂപ്പർ. പിന്നെ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി കൂടി കയറിയിട്ട് എല്ലമ്പഴ പുള്ളിനെ കറയിക്കൊണ്ട് വരും കേട്ടോ. അതിനെത്ര 600 എന്നാണ് അവർ പറയുന്നത് പെർ ഹെഡ്. റൈഡിന് 600 രൂപ ഈ വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ കറയിക്കൊണ്ട്. പിന്നെ വേറെ വണ്ടിയും കൂടി ഉണ്ട് അപ്പുറത്ത്. ഇതിൻ്റെ മറ്റേ സ്കീയിങ് നമ്മൾ ചെയ്യുന്ന സെയിം ഇതുള്ള കൂട്ടി വണ്ടി, സെയിം വണ്ടി. അതിന് പക്ഷേ റേറ്റ് തന്നെ കേട്ടോ വരുന്നത്. അത് നല്ല രസമായിട്ടല്ലോ പോകാനായിട്ട്. യാ മോനെ എന്നാ സ്ഥലം നോക്കി. ഓ നോ, ഒത്തോട് മൂത്രയിക്കണം. അയ്യോ വീട് ശരി കേട്ടോ. നോക്ക്, ഇതുണ്ടോ യെസ് മഞ്ഞ് വീണ്ട് ഞാൻ കേൾക്കണ നോക്ക്. അടിപൊളി വൈബ് സ്ഥലം, ഒന്നും പറയില്ല. വൈബോടെ വൈബേ. ഇടത്തോളം തെന്നി വീഴാൻ പോകുന്നുണ്ട്. അടിപൊളി നോക്ക്. വാ പൊളി സ്ഥലം മേ. ഇങ്ങോട്ടൊക്കെ നോക്ക്, അടിപൊളി അല്ലേ. വേണ്ട ഞങ്ങൾ കാണണ്ട ലൈഫിൽ, ഇതൊക്കെ കാണണ്ടേ. ഇതൊക്കെ നമ്മൾ സിനിമയിലും ഫോട്ടോയിലും മാത്രം കണ്ടുപിടിച്ചിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. യാ മോനെ ഇത് ഭംഗിയാന്ന് നോക്കിയേ, പൊളി സാധനം കണ്ടോ. വാ ബ്യൂട്ടിഫുൾ, പൊളി. ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ലേ പിന്നെ എന്ത് ലൈഫല്ലേ. പൊളി, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പർ സ്ഥലമാണ്. നമ്മൾ ലൈഫിലൂടെ വന്നിട്ട് ഇതൊക്കെ കാണണം. സത്യം പറഞ്ഞാൽ കാണണം. നോക്ക്, ഇതൊക്കെ നമ്മൾ സിനിമയിലും ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ സാധനം കിട്ടുമോ? ഹേയ് നോക്ക്, പൊളിയല്ലേ. അയ്യോ അതെ പൊളിയല്ലേ. മഞ്ഞ് പെയ്യും കൂടെ വേണം ഒന്നുകൂടെ പൊളിയാണ് കേട്ടോ. മഞ്ഞിപ്പോൾ പെയ്യുന്നില്ല. രാത്രിയാകുമ്പോൾ ഫുൾ എന്തായാലും മഞ്ഞ് പെയ്യുമായിരിക്കും. പൊളി. സൂപ്പർ. ഇവിടുന്ന് ഊർന്നിറങ്ങാൻ പറ്റുള്ള പരീക്ഷണമാണ്. നോക്കാം, നീങ്ങളില്ല. പരീക്ഷണം ചീറ്റിപ്പോയി, പരീക്ഷണം ഫെയിൽഡ്. അപ്പോൾ നമ്മളിവിടുന്ന് സോളാങ് വാലിയിൽ നിന്ന് പോകട്ടെ. ഇവിടെ ടൈമൊക്കെ കഴിഞ്ഞു, ഇവിടെ ഇരുട്ടായി തുടങ്ങി, എല്ലാവരും ക്ലോസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. താഴത്തേലും കട ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റും നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ റൂമിലേക്ക് കസോൾ പോകാനുള്ള പ്ലാനാണ്. ഇന്ന് വൈകിട്ട് കസോൾ പിടിക്കാനുള്ള പ്ലാനാണ്. ഓക്കെ,
നമുക്കിവിടെ കഴിക്കാൻ കിട്ടിയതേക്കണം ആലുപ്പുറത്തെയും എന്തോ ചമ്മന്തി ആട്ടോ ഇത്. നല്ല എരിവുള്ള ചമ്മന്തിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച് കണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുക. കസോളിലെ കൊണ്ടുപോയാണ്. അപ്പോൾ നമുക്കിനി കസോളിലുള്ള കാഴ്ചകൾ അടുത്ത ദിവസം വീഡിയോ കാണാം. അപ്പം ബൈ ബൈ.